നമസ്കാരം, ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പറളി യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായ ഹക്കീമിനെയാണ്. അദ്ദേഹം പറളി പഞ്ചായത്തിലെ 14ാം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. ഇന്ന് അദ്ദേഹം നമുക്ക് മുമ്പിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടാം. അദ്ദേഹം രാഷ്ട്രീയത്തിന് അതീതമായ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വളരെ സജീവമായി നേതൃത്വം നൽകുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ നാട്ടിന് ആവശ്യമാണ് എന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്ന് നൽകിയിരുന്നത്. നമ്മൾ അദ്ദേഹത്തെ പരിചയപ്പെടാം. നമസ്കാരം. എൻ്റെ പേര് ഹക്കീം. ഞാൻ പറളി പഞ്ചായത്തിലെ 14ാം വാർഡ് സ്ഥാനാർത്ഥിയാണ്. ഇതുവരെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഒരുപക്ഷെ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും ആക്സിഡന്റ് കേസുകൾ, അതുപോലെ തന്നെ ബാക്കിയുള്ള എന്താവശ്യങ്ങൾ, അതായത് ഒരു മരം മുറിഞ്ഞാൽ പോലും അവിടെ എത്തി ഒരു ടീമായി തന്നെ രാഷ്ട്രീയത്തിന് അതീതമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന. അത് ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് എന്ന് വെച്ചാൽ ഒരു 10-20 ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരെല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുള്ള വർക്കാണ്. എന്ത് പറ്റിയാലും ഒരു കിണറ്റിൽ നായ വിട്ടാൽ പോലും ആദ്യം വിളിക്കുന്നത് ഞങ്ങളാണ്. അതിപ്പോ പോലീസ് സ്റ്റേഷനായാലും അങ്ങനെ തന്നെയാണെന്നാണ് എന്റെ അപ്പൊ അതിനപ്പുറത്തേക്ക് ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് അതിന്റെ ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ 14ാം വാർഡിൽ മത്സരിക്കുമ്പോൾ എന്താണ് മുൻകാല രാഷ്ട്രീയത്തിലെ അവിടുത്തെ കുറവുകളെ കുറിച്ച് പറയുന്നത്? മുൻകാല രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ 25 വർഷമായിട്ട് ഇത് CPIന്റെ വാർഡാണ്. LDF ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 25 വർഷമായിട്ട് ഒരു വികസനവും ഈ 5ാം മൈൽ പ്രദേശത്തോ അല്ലെങ്കിൽ നമ്മളുടെ ഈ വാർഡിലോ വന്നിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കി കണ്ടാൽ തന്നെ അറിയായിരിക്കും, ഈ ഭാഗത്തുള്ള റോഡ് 5ാം മൈൽ ടു കളത്തോടി ഭാഗത്തേക്കുള്ള റോഡ് ഒരാൾക്ക് നടന്നു പോകാൻ തന്നെ അത് തീരെ പറ്റില്ല. അതേപോലെ തന്നെ 5ാം മൈൽ മാത്രമല്ല, കിഴക്കേക്കളം അങ്ങനെയുള്ള എല്ലാ ഭാഗത്തേക്കുള്ള റോഡും പാസ്സാവും എന്ന് പറയല്ലാതെ ഈ വഴിക്ക് ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. തീർച്ചയായും നിങ്ങൾ വന്നാൽ അതിനൊരു പരിഹാരം ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു പക്ഷേ കുടിവെള്ള പ്രശ്നമാണ് 5ാം മൈലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കുന്നത്. അതിലെന്താ നിലപാടായിരിക്കും നിങ്ങളുടെ ഭാഗത്തുള്ളത്? കുടിവെള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ നിലവിൽ 2 ഭാഗത്ത് കുടിവെള്ളം ടാങ്ക് ഉണ്ട്, കുടിവെള്ളമില്ല, ടാങ്ക് മാത്രമല്ല. അപ്പോൾ ഞാൻ ഇവിടെ ജയിച്ച് വരികയാണെങ്കിൽ ആദ്യത്തെ പരിപാടി ഈ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടായിരിക്കും. മറ്റെന്തെല്ലാം റീസണുകൾ പറഞ്ഞാൽ നമുക്ക് ഇവിടെ പിള്ളേർക്ക് കളിക്കാനൊരു ഗ്രൗണ്ടില്ല. നമ്മളിപ്പോൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന അതെല്ലാന്ന് പറയുന്നത് നമ്മുടെ MP ഉണ്ട്. MP നമ്മളോട് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. VK ശ്രീകണ്ഠൻ സാർ ഇതിന് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഓഫീസ് വേണം. അതായത് വാർഡിന് വേണ്ടിയിട്ടൊരു ഓഫീസ് നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ട് 24 മണിക്കൂറും ജനങ്ങൾക്ക് സമീപിക്കാൻ കഴിയുന്ന ഒരു ഓഫീസ്. ഇപ്പോൾ നിലവിൽ എല്ലാവരും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് 24 മണിക്കൂർ ഓരോ കാര്യത്തിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് പോരാ, കുറച്ചും കൂടി ഒന്ന് ഇറങ്ങി പ്രവർത്തിക്കും. ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് പറയുന്നത്. 100%. തീർച്ചയായിട്ടും ഹക്കീം പറയുന്നത് പോലെ അദ്ദേഹം MP-യുടെ വളരെ അടുത്ത സുഹൃത്താണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. ഇതിനപ്പുറത്ത് വാർഡ് മെമ്പർ അല്ലാതിരിക്കുന്ന സാഹചര്യത്തിലും ഇവിടെ ഒരു റോഡ് അപകടം ഉണ്ടാവുകയോ മരം മുറിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആ സാഹചര്യങ്ങളിലൊക്കെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ചെറുപ്പക്കാരും വളരെ ആക്റ്റീവായി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു വാർഡ് കൗൺസിലർ മെമ്പറായാൽ അതിനപ്പുറത്തുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ 5ാം മൈലിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം റോഡും കുടിവെള്ളവുമാണ്. കുടിവെള്ള പ്രശ്നം ഒരു വലിയ പ്രശ്നമാണ്. അത് പരിഹരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അത്തരം നല്ല നേതൃത്വങ്ങൾ നേതൃത്വങ്ങൾ നാടിന് ഗുണമായി മാറട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും ഈ പരിപാടിക്ക് നമുക്ക് വേണ്ടി സമയം തന്ന അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു. താങ്ക് യു.